ലോകമാകെ ഇപ്പോൾ ചിന്തിക്കുന്നത് വൻകിട കെട്ടിടങ്ങളും പാലങ്ങളും അതുപോലെ തന്നെ വിമാനത്താവളങ്ങളും പിന്നെ പോർട്ടുകളും അങ്ങനെ തുടങ്ങിയുള്ള വൻകിട ഇൻഫ്രാസ്ട്രക്ചറുകളല്ല വികസനം. കരുണയും കാരുണ്യവും കരുതലുമാണ്. അതുകൊണ്ടാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് വന്നിട്ടുള്ളത്. ലോക സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഇൻഡെക്സ് തന്നെയുണ്ട്. ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വലിയ തോതിലാണ് ആനന്ദം അവിടുത്തെ ജനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത്. അത് കുഞ്ഞുങ്ങൾ മുതൽ ഗർഭിണികൾ മുതൽ ഏറ്റവും സീനിയർ സിറ്റിസൺ വരെയുള്ളവർക്ക് ആവശ്യമായ സന്തോഷം നൽകുന്ന പോസിറ്റീവ് ഘടകങ്ങൾ അവർ പ്രദാനം ചെയ്യും. ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, വളരെ ശുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹത്തെ കൃത്യമായി ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ലോകം മാറി ചിന്തിക്കുമ്പോൾ, ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയ്ക്കും അങ്ങനെ ചിന്തിച്ചുകൂടാ? കേരളത്തിലും അങ്ങനെയുള്ള ചിന്തകൾ വരേണ്ടതല്ലേ? കേരളം ഇന്ത്യക്ക് ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്താൽ 118ാമതാണ് ഇന്ത്യ. വളരെ പിറകിലാണ്. നമുക്ക് ശേഷം ബംഗ്ലാദേശും പാകിസ്ഥാനും അങ്ങനെ അഫ്ഗാനിസ്ഥാനും കുറച്ച് രാജ്യങ്ങളാണുള്ളത്. ബാക്കി ലോക രാജ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലാണ്. പക്ഷേ നമ്മളൊരു വലിയ രാജ്യമാണ്. കുറച്ച് ജനസംഖ്യ ഉള്ളൊരു കുഞ്ഞു രാജ്യത്തിനും നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പലതും പറ്റും. നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ കരുണയുടെയും കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും മുഖ്യമന്ത്രിയായി ജനലക്ഷങ്ങൾക്ക് ആശയും ആവേശവുമായി പോരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു ഭരണമുണ്ടായിരുന്നു. ഗവേണൻസ് വിത്ത് എമ്പതി എന്നാണ്. അതായത് സിമ്പതിയുണ്ട്, എമ്പതിയുമുണ്ട്. ഗവേണൻസ് വിത്ത് എമ്പതി സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരു സഹതാപമാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ ഒരു കാരുണ്യമാണ്. ഒരു രണ്ടക്ഷരത്തിൻ്റെയൊക്കെ വ്യത്യാസമല്ലേ ഉള്ളൂ. എമ്പതിയോടുകൂടി ഗവേണൻസ് വിത്ത് എമ്പതി എന്നുള്ളതാണ് ആ ഭരണമന്ത്രമായി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത്. അതേ ഭരണമന്ത്രമാണ് വി.ഡി. സതീശനും തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അദ്ദേഹം ബഡ്ജറ്റിൻ്റെ ഭാഗമായി മിഖയുടെ, അതായത് പിന്നെ ബൈബിളിലെ മിഖ 6:8 പോയിന്റ് ഒരു ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ച് തന്നിരിക്കുന്നു. എന്താണ് നന്മ, എന്താണ് കാരുണ്യം, എന്താണ് കരുണ, എന്താണ് കരുതൽ എന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പോൾ നീ വളരെ വിനയത്തോടു കൂടി ഒരു ജനതയെ സഹായിക്കുക എന്നുള്ളതാണ് വേണ്ടത്. വളരെ കൃത്യമായ വി.ഡി. സതീശൻ്റെ കന്നി ബഡ്ജറ്റ് കാരുണ്യവും സഹാനുഭൂതിയും നിറഞ്ഞതാണെന്നാണ് ഒരു ചർച്ച വരുന്നത്. വികസനവും കരുതലുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണമുദ്രകൾ. ഗവേണൻസ് വിത്ത് എമ്പതി എന്നുള്ളതാണ് പുതിയ മുഖ്യമന്ത്രി കാണുന്നത്. ഈ പഴയ മുഖ്യമന്ത്രി കാരുണ്യവും കരുതലുമായിരുന്നെങ്കിൽ ഇവിടെ ഗവേണൻസ് വിത്ത് എമ്പതി എന്നുള്ള, അല്ലെങ്കിൽ സിമ്പതിയേക്കാൾ കുറച്ചുകൂടി ഗവേണൻസ് വിത്ത് എമ്പതി എന്നുള്ളതാണ് പുതിയ മുഖ്യമന്ത്രിയുടെ വി.ഡി. സതീശൻ്റെ ഭരണമന്ത്രമായി വരുന്നത്. ഭരണത്തിലറിയാതെ ദിനങ്ങൾ തന്നെ കാരുണ്യത്തിൻ്റെ വലിയ മനസ്സാണ് മുഖ്യമന്ത്രി. ആശാ വർക്കേഴ്സിന് 3000 രൂപ കൂട്ടിക്കൊടുത്തു. അങ്കണവാടിക്കാർക്ക് 1000 രൂപ കൂട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ പാചക തൊഴിലാളികൾക്ക് 500 രൂപ കൂട്ടിക്കൊടുത്തു. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര പറയുന്നു. കത്രിക വയറിലേക്ക് പോയ കുടുങ്ങിയ ഹർഷിനയ്ക്ക് ജോലി കൊടുക്കുന്നു. അതുപോലെ PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടുന്നു. ചികിത്സാ പിഴവിൽ കൈ മുറിച്ച് മാറ്റേണ്ടുന്ന വിനോദിനിക്ക് കുടിശ്ശിക അടക്കം ധനസഹായം കൊടുക്കുന്നു. ആശ്വാസ നടപടികൾ ഒരുപാടുണ്ടായി. ഇന്നലെ യദുവിന് ജോലി കൊടുത്തു, നിതിന് ജോലി കൊടുത്തു. ഡോക്ടർ ബി അശോകിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. N പ്രശാന്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. അങ്ങനെ ഓരോ എടുത്താൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കലും പുതിയ ആരോഗ്യ ഇൻഷുറൻസും കൊണ്ടുവരാൻ പോകുന്നു. കോളേജ് വിദ്യാർത്ഥികൾ 1000 രൂപ ബഡ്ജറ്റിൽ വരാൻ പോകുന്നു. അങ്ങനെ വളരെ വലിയ പണിപ്പുരയിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പണിപ്പുരയിലാണ്. ഉള്ളൂരിലെ CDSലാണ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലാണ് ബഡ്ജറ്റിൻ്റെ പണിപ്പുര. അതും ഒരു അത്ഭുതമാണ്. കാരണം സാധാരണയായി KM മാണി സാർ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് മസ്കറ്റ് ഹോട്ടലിലാണ്. പലപ്പോഴും ബഡ്ജറ്റിലെ പല പുതിയ നിർദ്ദേശങ്ങളും കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ മസ്കറ്റ് ഹോട്ടലിൽ കൂടെയാണ് കൊടുക്കുന്നത്. തോമസ് ഐസക്ക് കോവളത്ത് പോയിരുന്ന് ആണ് ചെയ്യുന്നത്. അതേസമയം CDSിലായിരുന്നിട്ടാണ്, CDSൻ്റെ പണിപ്പുരയാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിനെ അങ്ങനെയൊക്കെ
കാര്യമായി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതും ഈ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഗവേണൻസ് വിത്ത് എമ്പതി എന്നുള്ള പുതിയൊരു കൺസെപ്റ്റ്, അതായത് മനുഷ്യമുഖമുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ്. പരിസ്ഥിതി സൗഹൃദമായ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു സന്തോഷ കേരളത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സ്വപ്നം കാണുന്നു എന്നാണ് കരുതുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഇനിയിപ്പോൾ ഒരുപാട് ദിവസമല്ല, 16 എന്ന് പറയാൻ, ഇന്ന് പിന്നെ നാളെ 15 പിന്നെ 16, അടുത്ത ദിവസങ്ങളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബഡ്ജറ്റ് വരും. അപ്പോൾ വളരെയധികം കാരുണ്യമുള്ള, കരുണയുള്ള, കരുതലുള്ള, എല്ലാം കൂടെ ചേരുന്ന എമ്പതിയുള്ള ഒരു ബഡ്ജറ്റായിരിക്കും വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.